അച്ഛനാണ് വൈക്കത്തെ പാവങ്ങൾക്ക് എവിടെയും മുട്ടുവളയ്ക്കാതെ നിമിർന്നു നിൽക്കാനും അവകാശം ചോദിക്കാനും സമരം ചെയ്യാനും പ്രാപ്തി ഉണ്ടാക്കിയ ഒരു വലിയ സംഘം മനുഷ്യരുടെ നേതാവ് അച്ഛനായിരുന്നു. അവർക്കെല്ലാം മരണം വരെ അച്ഛൻ സഖാവായിരുന്നു, നേതാവായിരുന്നു. അവരുടെ CK-ആണ് അച്ഛൻ. ഞാനിപ്പോഴും വൈക്കത്ത് പോയാൽ പഴയ തലമുറ എന്നെ അറിയുന്നത് വിനയ് വിശ്വമായിട്ടല്ല, CK-യുടെ മകൻ എന്നാണ് എൻ്റെ പേരുവിലാസം അവിടെയൊക്കെ. അതിനേക്കാളും ഒരു സമ്പാദ്യത ഉള്ളൂ, വലിയ സമ്പാദ്യമാണ്. അതുപോലെ അച്ഛൻ്റെ മകനാണ് ഞാൻ. എൻ്റെ അമ്മയുടെ പശ്ചാത്തലം ഓർമ്മ. എൻ്റെ അമ്മയുടെ പശ്ചാത്തലത്തിൽ പറഞ്ഞാൽ അവിടെ ദരിദ്രമില്ലായിരുന്നു. അവരന്നത്തെ കാലത്ത് സാമാന്യം സമ്പന്നരായിരുന്നു. അമ്മയുടെ അച്ഛൻ ഒരു വലിയ സാമൂഹിക പരിഷ്കർത്താവായി. പേര് ഈ മാസം എന്നാണ്. ഈ മാസം അന്നത്തെ SNDP യോഗത്തിൻ്റെ, ഇന്നത്തെ അല്ല, അന്നത്തെ SNDP യോഗത്തിൻ്റെ സംഘടനാ സെക്രട്ടറി ആയിരുന്നു. ആ സംഘടനാ സെക്രട്ടറി അത് പുസ്തകം എഴുതി. അതിൻ്റെ പേര് സ്വതന്ത്ര സമുദായം എന്നായിരുന്നു. ആ പുസ്തകം പുറത്തിറങ്ങിയ അടുത്ത ആഴ്ച തന്നെ കണ്ടുകെട്ടപ്പെട്ടു. ബാൻഡ് തിരുവിതാംകൂറിലും കൊച്ചിയിലും മലബാറിലും ആ പുസ്തകം ഒരേ സമയം കണ്ടുകെട്ടപ്പെട്ടു. ഈ പുസ്തകം ആരും വായിക്കാൻ പാടില്ല, നിരോധിക്കപ്പെട്ട പുസ്തകം. ആ പുസ്തകം പക്ഷേ അതുകൊണ്ട് തന്നെ രഹസ്യപ്പെട്ട പലരും വായിച്ചു. കല്ലച്ചിൽ കോപ്പിയെടുത്ത് ആ പുസ്തകം ആൾക്കാർ മാറി വായിച്ചു. പിൽക്കാലത്ത് കമ്മ്യൂണിസ്റ്റ് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്, അവരാദ്യമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പറ്റി അറിഞ്ഞതും ചിന്തിച്ചതുമല്ല, പാർട്ടിയെ പറ്റിയല്ല ചിന്തിച്ചത് ഈ പുസ്തകം വായിച്ചപ്പോഴാണ്. ആ പുസ്തകം ചിന്തകളിലൊരു വലിയ മാറ്റം ഉണ്ടാക്കിയ പുസ്തകം ആ കാലത്ത് കേരളത്തിൽ. അതിൻ്റെ ഊന്നൽ ഹിന്ദുമതത്തിൻ്റെ ജാതി വ്യവസ്ഥിതമായ പോരാട്ടമായിരുന്നു. ജാതിയാണ് ഹിന്ദുമതത്തിൻ്റെ ശാപമെന്നതിന് ആ പുസ്തകത്തിൽ വാദിക്കുന്നുണ്ട്. ഇത് ബ്രാഹ്മണ്യത്തെ മുച്ചൂട് തള്ളിപ്പറഞ്ഞു. ഉപയോഗിച്ച ഭാഷ അങ്ങേയറ്റം രൂക്ഷമായ ഭാഷയായിരുന്നു. അപ്പോൾ പിന്നെ ആ പുസ്തകത്തിൽ എഴുതിയത് ബ്രാഹ്മണ്യത്തിൻ്റെ കൂടുനൂല് കൊണ്ട് കെട്ടിവരിയപ്പെട്ട ഹിന്ദുമതത്തിൻ്റെ ഈ ചട്ടക്കൂട് പൊട്ടിച്ച് പുറത്തു വന്നാലല്ലാതെ ഈഴവർക്ക് മോചനമില്ല. അതുകൊണ്ട് ഈഴവർ ഈ ബ്രാഹ്മണ്യ തടവറയിൽ നിന്നും പുറത്തു കിടക്കണം. അവർക്ക് സ്വതന്ത്രമായിട്ട് ജീവിക്കാനുള്ള ചരിത്രപരമായ കാര്യങ്ങളുണ്ട്, അവർക്കുള്ള അവകാശമുണ്ട്. ദേ ഷുഡ് കം ഔട്ട് ഫ്രം ഹിന്ദുയിസം ആൻഡ് അവരൊരു പ്രത്യേക സൊസൈറ്റി ആയിട്ട് ജീവിക്കണം. അതാണ് ഇദ്ദേഹത്തിൻ്റെ വാദഗതി.